ചെറുപ്പക്കാർ എവിടെ? CPM സ്ഥാനാർത്ഥി പട്ടികയിൽ കലഹം. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. 10 വർഷം മുൻപത്തെ ചെറുപ്പക്കാർ വീണ്ടും മത്സരിക്കുന്നുവെന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാലക്കാട് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ CPM ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ലെന്ന പരാതിയാണ് പ്രധാനമായും ഉയർന്നത്. 10 വർഷം മുൻപ് യുവാക്കളായിരുന്നവർ തന്നെ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നിലവിലെ യുവതലമുറയ്ക്ക് എന്നായിരിക്കും പാർട്ടി അവസരം നൽകുകയെന്നും കമ്മിറ്റിയിൽ ചോദ്യങ്ങൾ ഉയർന്നു. പരിചയസമ്പന്നർക്ക് മുൻഗണന നൽകുമ്പോൾ തന്നെ പുതിയ മുഖങ്ങളെ മാറ്റി നിർത്തുന്നത് പാർട്ടിയുടെ വളർച്ചയെ ബാധിക്കുമെന്ന ആശങ്കയും നേതാക്കൾ പങ്കുവച്ചു. CPMന്റെ അനനയ നീക്കങ്ങൾ ഇതിനിടയിൽ പാളുകയാണ്. ആലപ്പുഴയിൽ നേതാക്കൾ വീട്ടിലെത്തി കണ്ടിട്ട് മൗനം തുടരുകയാണ് G. സുധാകരൻ. CPM അംഗത്വം പുതുക്കുന്നതിൽ അനനയ നീക്കത്തിന് വഴങ്ങാതെ മൗനം തുടർന്ന G. സുധാകരൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സുധാകരന്റെ ബന്ധു G. ഹരിശങ്കറും വീട്ടിലെത്തി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അറിയിച്ചു. സുധാകരനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുമോ എന്നതിലാണ് ആകാംക്ഷ. എന്നാൽ അംഗത്വം പുതുക്കുന്നതിൽ ഉറപ്പ് പറയാതെ 3-ാം ദിവസവും അദ്ദേഹം മൗനം തുടരുകയാണ്. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് സുജാതയും ഹരിശങ്കറും സുധാകരന്റെ വീട്ടിലെത്തിയത്. 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങിയ ഇരുവരും സാധാരണ സന്ദർശനമെന്നാണ് പ്രതികരിച്ചത്. എന്നാൽ ഈ കൂടിക്കാഴ്ചയിലും അംഗത്വം പുതുക്കില്ലെന്ന നിലപാട് G. സുധാകരൻ ആവർത്തിച്ചതായാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ CPM സുധാകരനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല. G. സുധാകരൻ പാർട്ടിയിൽ തങ്ങളുടെയൊക്കെ നേതാവാണെന്നും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സുധാകരൻ ഉന്നയിച്ച വിഷയങ്ങൾ പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടുന്നുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. CPM അംഗത്വം പുതുക്കാൻ ഈ മാസം 31 വരെ സമയമുണ്ട്. അനനയ ശ്രമം പാർട്ടി തുടരും. പെരുമ്പളം ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്നുണ്ട്. G. സുധാകരനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനത്തിന് G. സുധാകരന് ക്ഷണമുണ്ടെങ്കിലും കാലിന് പരിക്കേറ്റ് വിശ്രമത്തിലായതിനാൽ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കില്ല.